സൺഫ്ലവർ ഓയിൽ ഈസ് എ കില്ലർ. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അതിന് ചില ഫോൺ കോളുകളും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ദാറ്റ്സ് എ ഫാക്ട്. വൺ ഓഫ് മൈ ഫ്രണ്ട് ഈ കൊളസ്ട്രോളിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ആളുടെ അടുത്ത്, ആൾ ബീഹാറി കേട്ടോ, സോ ആൾ ഈ പറഞ്ഞ പോലെ സൺഫ്ലവർ ഓയിൽ, മസ്റ്റർഡ് ഓയിലൊക്കെയാണ് അവരുടെ ഒരു ഡയറ്റിൽ കൂടുതൽ വരിക. ഇപ്പോൾ കേരളത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ കോക്കനട്ട് ഓയിലൊക്കെ ആദ്യമൊന്നും ഇത് യൂസ്ഡ് അല്ലായിരുന്നു. പക്ഷെ പിന്നീട് ഡോക്ടർ രാവിലെ ഡെയിലി വെറും വയറ്റിൽ ഈ കോക്കനട്ട് ഓയിൽ ഒരു സ്പൂൺ, വെർജിൻ കോക്കനട്ട് ഓയിൽ ഒരു സ്പൂണിൽ കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് കൺഫ്യൂസ്ഡ്, കാരണം കൊളസ്ട്രോൾ ഓയിൽ കഴിക്കാൻ പറയാം അതെങ്ങനെ. പക്ഷെ അവനത് കുറച്ച് ബെറ്റർ ആയി വന്നു. ആ ഒരു നല്ല ഡോക്ടർമാരോട് കാരണം ഇറ്റ്സ് ബ്രില്യൻറ്റ്. ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല സൊല്യൂഷനാണ് എക്സ്ട്രാ കോൾഡ് പ്രസ്ഡ് എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ. ദ ബെസ്റ്റ് ഫുഡ് എന്നോ ദ ബെസ്റ്റ് മെഡിസിൻ എന്ന് വേണമെങ്കിലും പറയാം. വെളിച്ചെണ്ണ ഇസ് വെരി സേഫ്. വെളിച്ചെണ്ണയും ഒലിവ് ഓയിൽ നമുക്ക് നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ അതിനെ മറന്നിട്ട് ഒരു കാലത്ത് വെളിച്ചെണ്ണയാണ് കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ ഒരു തട്ടിപ്പ് പരിപാടിയായിട്ട് വന്നിട്ട് ഈ വെളിച്ചെണ്ണയുടെ മാർക്കറ്റ് നശിപ്പിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു തത്വചിന്തയായിരുന്നു. പിന്നീട് ഇന്ന് അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ ഉൾപ്പെടെ പറയുന്നു ഇതാണ് ഏറ്റവും നല്ലത്. ഡയറ്ററി കൊളസ്ട്രോള് സെറം കൊളസ്ട്രോളായിട്ട് ബന്ധമൊന്നുമില്ല, നിങ്ങളുടെ ഡയറ്ററി കൊളസ്ട്രോളുമായിട്ടല്ല കണക്ഷനൊന്നും ഇല്ല എന്ന്. പണ്ട് എത്രയോ മുട്ടകളുടെ മഞ്ഞ ആർക്കും വേണ്ടാതെ പോയിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഇപ്പൊ പറയാ അതിലുള്ള കൊളസ്ട്രോൾ ബാക്കി എന്തൊക്കെ കഴിക്കണേ മുട്ടയുടെ ഇതില്.